വെൽക്കം ടു ബിയാസ് കിച്ചൻ. ഇന്ന് നിങ്ങൾക്കായി ഒരു പ്രത്യേക ബീഫ് റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ചോറിനും പൊറോട്ടയ്ക്കും അപ്പത്തിനുമെല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റിയൊരു ബീഫ് റോസ്റ്റാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ബീഫ് റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ബീഫ് കുക്കറിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 2 വലിയ തക്കാളി കട്ട് ചെയ്തെടുത്തത്, 2 വലിയ സവോള ഇതുപോലെ തിക്കായിട്ട് കട്ട് ചെയ്തെടുത്തത്, പച്ചമുളക് 3 സ്ലൈസ് ചെയ്തത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 3 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 3 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, ലെമൺ ജ്യൂസ് 2 ടീസ്പൂൺ, തക്കോലം 2 പീസ്, ഏലക്ക 6 പീസ്, കറുവപ്പട്ട 2 പീസ്, ഗ്രാമ്പു 5 പീസ്. ആദ്യം നമുക്കൊരു കുക്കർ എടുത്ത് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ 2 ടേബിൾ സ്പൂണിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് പകുതി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പകുതി നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ തക്കാളിയിൽ നിന്ന് നമുക്ക് പകുതി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ നിന്ന് ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി മുഴുവനും ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയിൽ നിന്ന് പകുതി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകുതിയെ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളകും ഇട്ട് കൊടുക്കാം. നമുക്കിത് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം. 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പു, കറുവപ്പട്ട ഇതെല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ബീഫ് ഇപ്പോൾ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ബീഫ് കറക്റ്റ് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കുക്ക് ചെയ്തെടുക്കണം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ ബാക്കി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ സോട്ടാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഐറ്റംസും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. സോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള നേരത്തെ മാറ്റി വെച്ചതിൻ്റെ ബാക്കിയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. സവാള നല്ലപോലെ വഴങ്ങി വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കുന്നത്.
സാധാരണ നമ്മൾ സവാള കട്ട് ചെയ്യുന്നത് വളരെ നൈസായിട്ടല്ലേ കട്ട് ചെയ്യുന്നത്. ഇതിലേക്ക് അങ്ങനെ വളരെയധികം തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണ്ട. ഞാൻ ഒത്തിരി തിക്കായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. റോസ്റ്റിന് അങ്ങനെയാണ് ടേസ്റ്റ്. സവാള ഒന്ന് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ ഐറ്റംസ് എല്ലാം ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഐറ്റംസിൻ്റെ പകുതിയാണ് ഇപ്പം നമ്മൾ എടുത്ത് സോട്ട് ചെയ്യുന്നത്. ജിഞ്ചർ ഗാർലിക്ക് നല്ലപോലെ മൂത്ത് നല്ല വഴറ്റിയപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് സവാള ഇപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. സവാള ഇപ്പോൾ നല്ലപോലെ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ചിരുന്ന മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിലോട്ട് ചേർക്കുന്നത്. അല്പം കുരുമുളക് പൊടിയും ബാക്കിയൊന്ന് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളവും പാകത്തിൽ തന്നെയാണ്. അധികം വെള്ളമായി കഴിഞ്ഞാൽ റോസ്റ്റിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിലോട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് വേവിച്ചെടുത്ത്. ഇതിൻ്റെ തക്കാളിയിൽ നിന്നുള്ള വെള്ളം എല്ലാം കിട്ടും. അതുകൊണ്ടാണ് അധികം വെള്ളം ചേർക്കാതിരുന്നത്. ഈ ഗ്രേവിയാക്കി എടുക്കണം എന്നുള്ളവർക്ക് അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പില്ലെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അല്പം കറി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് കറി മസാലപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ റൈസിനും പൊറോട്ടയ്ക്കും അപ്പത്തിനെല്ലാം ഒരുപോലെ യോജിക്കുന്ന കറിയാണ്. ഇതിലോട്ട് നമുക്ക് മല്ലി ലീവ്സ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം.